ഹായ് ഹലോ എവരി വൺ എല്ലാവർക്കും സുഖം തന്നെയല്ലേ. അപ്പോൾ ഞാൻ ഇന്നലെ കീർത്തനയുടെ ഫ്രണ്ട്സ് ഇവിടെ വന്നിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ക്യാരറ്റ് ഹൽവയാണ് നിങ്ങൾക്കായിട്ട് കാണിച്ചു തരുന്നത്. ഞാൻ പറയാൻ വിട്ടുപോയി, അതിന് മുമ്പ് ഒരു ദിവസം മുമ്പ് കീർത്തന അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവർക്ക് നല്ലൊരു സ്വീറ്റ് കൊടുക്കുക. അവർ വന്നത് ഈവനിങ് ആണ്. നമ്മുടെ കോഴിക്കോടിൻ്റെ തന്നെ സ്പെഷ്യലായിട്ടുള്ള സ്നാക്സൊക്കെ ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. അപ്പം എന്നാലും ഞാൻ വീട്ടിൽ നിന്ന് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ്. അങ്ങനെ അവരെത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ കാണുന്ന അറിയാം, ഭരത്താണ്. ഭരത് ആദ്യം വന്നിട്ടുണ്ട് ഇവിടെ. ഇതാണ് ഇഷ കേട്ടോ, കീർത്തനയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഇത് യുവി ആണ് കേട്ടോ. യുവിയും ഇഷയും ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. പിന്നെ ഐവിനെ നിങ്ങൾ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടും. ഭരത്തും ഐവിനുമാണ് ഇവിടെ കൂടുതൽ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഐവിൻ്റെ വീട് കോഴിക്കോട് തന്നെയാണ്, വർക്ക് ചെയ്യുന്നതും കോഴിക്കോടാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഇവരെ സ്വീകരിക്കാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ക്യാരറ്റ് ഹൽവ ഗാർണിഷ് ചെയ്യാനായിട്ട് ഞാൻ സ്ട്രോബെറി ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മേളിലായിട്ട് വെച്ചു കേട്ടോ. അപ്പം നല്ല ഭംഗിയുണ്ട്, അതിൻ്റെ കോൺട്രാസ്റ്റ് കളറായതുകൊണ്ട്. അപ്പോഴാണ് അവർ പറയുന്നത്, ഹാർട്ട് ഷേപ്പൊക്കെ കണ്ടപ്പോഴാണ് അവർ പറയുന്നത് ഇന്ന് വാലന്റൈൻസ് ഡേ ആണല്ലോ. ആക്ച്വലി ഇഷ ഈസ് ഫ്രം നോർത്ത്. അതുപോലെ തന്നെ ഹിന്ദി, കന്നഡ, തെലുങ്കു, തമിഴ് എല്ലാം, മലയാളം എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് കേട്ടോ വരുന്നത്. കീർത്തന ബാംഗ്ലൂർ പഠിക്കുന്ന സമയത്ത് 2 വീക്സ് ഞാൻ അവളുടെ എക്സാം ടൈമിൽ അവിടെ പോയി നിന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഉള്ള പരിചയമാണ് കേട്ടോ ഇവരെല്ലാവരുമായിട്ടും. അർച്ചനയ്ക്ക് ക്ലീനിൽ പോകാൻ ടൈം ആയതുകൊണ്ട് അവൾ വേഗം ഇറങ്ങി. ഇവരൊക്കെ എന്റെ സബ്സ്ക്രൈബേഴ്സ് ആണ് കേട്ടോ. വീഡിയോസ് കാണാറുണ്ട്, അതിന്റെ അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട്. ഇവര് സൗണ്ടൊക്കെ കേട്ടപ്പോഴേക്കും ഒരാള് ഇവരെ കാണാനായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. വായുവിന് അങ്ങനെയാണ്, ഇവിടെ ആര് വന്നാലും വായുവിനെ മീറ്റ് ചെയ്യാതെ പോകാനായിട്ട് പാടില്ല. അതിനാണ് ഷേക്ക് ഹാൻഡ് ഒക്കെ കൊടുക്കുന്നത്. അങ്ങനെ ഇന്ന് ഇവിടുന്ന് ഇറങ്ങുകയാണ്. അവർ കോഴിക്കോടൊക്കെ കാണാനായിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ്. 2 ഡേയ്സ് ലീവൊക്കെ എടുത്തിട്ട്. അങ്ങനെ അവർ ഐവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ഇഷാന്റെ ആക്ടിംഗ് ഒക്കെ കണ്ടിട്ട് ഐവിന് ഭയങ്കര ചിരിയാണ് കേട്ടോ വരുന്നത്. അങ്ങനെ നാളെ കാണാം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുകയാണ് എല്ലാവരും.